നമ്മൾ ഉത്തരേന്ത്യയിൽ കാണുന്നൊരു കാര്യമാണ് പ്രതികളെ പിടിക്കാൻ വേണ്ടിയിട്ട് പോലീസ് വെടിയുതിർക്കുന്നത്. അതുപോലെ തന്നെ കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ടെന്ന്. കാപ്പ കേസിൽ പ്രതിയെ പിടികൂടാൻ വേണ്ടിയിട്ട് പോലീസ് വെടിയുതിർത്തിരിക്കുകയാണ്. ഇയാൾ ഈ പോലീസിനെ നേരെ ആക്രോശിക്കുന്ന കുറച്ച് വീഡിയോ ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നുണ്ട്. ആ കേസിൻ്റെ അപ്ഡേറ്റ് എന്തൊക്കെയാണ്? ഇത് തിരുവനന്തപുരത്താണ്, വെള്ളറട കുറ്റ്യാണിക്കാട്. കിരൺ ഇയാൾ പണ്ട് ചൂണ്ടയിടാൻ പോകുമായിരുന്നു. ചൂണ്ടയിടലാണ് ഫേവററ്റ്, മീൻപിടുത്തം. അപ്പം അതിൽ ഹരം കൊള്ളുന്ന ഒരാളാണ്. അങ്ങനെ കൈലി കിരൺ എന്നുള്ള പേര് വരുന്നത്. കൈലി കിരൺ എന്നാണ്. ഈ ഇങ്ങനെയുള്ള ഗുണ്ടകളായിട്ടുള്ള ആളുകൾക്കൊക്കെ ഒരു വിളിപ്പേരുണ്ടാവും, അത് ചേർത്തിട്ടാണല്ലോ ഇവരെ വിളിക്കുന്നത്. ഇയാൾ പഠിക്കുന്ന സമയത്ത് തന്നെ വലിയ കുഴപ്പമായിരുന്നു. ക്ലാസ്സിലിരുന്ന് സിഗരറ്റ് വലിക്കുക, അന്ന് തന്നെ വലിയ ഉപദ്രവം കൂടെ പഠിക്കുന്നവർക്കുണ്ടാക്കുക, ഇതൊക്കെയാണ് ഇയാളുടെ പരിപാടി. 2 സഹോദരിമാരുണ്ട്. അച്ഛൻ ചെറുപ്പത്തിൽ തന്നെ മരിച്ചുപോയി. അതുമാത്രമല്ല, ഈ ആര്യങ്കോട് സ്റ്റേഷനിലെ SIയെയും CIയെയും എപ്പോൾ കണ്ടാലും തെരുവിളിക്കും. അങ്ങനെയൊക്കെയുള്ള പരിപാടിയുണ്ട്. കാപ്പ കേസിലെ പ്രതിയാണ്. അപ്പോൾ കാപ്പ കേസിലെ പ്രതി എന്ന് പറഞ്ഞാൽ, കാപ്പ എന്ന് പറഞ്ഞാൽ നാട് കടത്തുക, ഒന്നിൽ കരുതൽ തടങ്കിൽ, നാട് കടത്തൽ, ഇങ്ങനെയൊക്കെയാണ്. പക്ഷേ ഇയാൾ ഏത് സമയത്തും ആ നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ഇയാൾ വിയ്യൂർ ജയിലിലായിരുന്നു. ഒരു കേസുമായിട്ട് വിയ്യൂർ ജയിൽ ശിക്ഷിക്കപ്പെട്ട് വിയ്യൂർ ജയിലിലായിരുന്നു. ഇയാളുടെ പേരിൽ ഇതും കൂടെ ചേർത്ത് ഇപ്പോൾ 10 കേസായി. 3 സ്റ്റേഷനുകളിലായി 10 കേസുള്ള ആളാണ് ഈ കിരൺ. ഈ നമ്മൾ നേരത്തെയൊക്കെ കണ്ടിട്ടുണ്ട്, പല പേര് കേട്ട ഗുണ്ടകളും അവരുടെ പിറന്നാൾ ആഘോഷം നടത്തും. അപ്പോൾ ഈ പിറന്നാൾ ആഘോഷിക്കുന്നത്, അത് മാത്രമല്ല, ഇയാൾ എപ്പോഴും ആയുധം കൊണ്ട് നടക്കുന്ന ഒരാളാണ് കിരൺ. എപ്പോഴും ഇയാളുടെ കയ്യിൽ ടൂൾസ് കാണും. ആഘോഷം, പിറന്നാൾ ആഘോഷം. അപ്പം ഈ ഗുണ്ടയുടെ അനുയായികളായ ആളുകളെല്ലാം വന്നു കൂടും. നമ്മൾ കത്തി കൊണ്ടാണ് മുറിക്കുന്നതെങ്കിൽ അവർ വാളുകൊണ്ട് മുറിക്കും. അപ്പോൾ ഇവിടെയും ബുധനാഴ്ച രാത്രി ഇയാൾ റോഡിലാണ് ഇയാളുടെ പിറന്നാൾ ആഘോഷം നടത്തിയത്. റോഡിൽ പിറന്നാൾ ആഘോഷം നടത്തുന്നു. ഇവർക്ക് കുറേ ആളുകൾ, അനുയായികളൊക്കെ കാണും. ആരാധന മൂത്തൊക്കെ വരുന്ന ആളുകളുണ്ട്. അപ്പോൾ കൈലി അണ്ണനോടുള്ള ആരാധന മൂത്ത് കുറേ അധികം ആളുകൾ വരുന്നു. അങ്ങനെ കേക്ക് മുറിക്കുന്നു. ഇത് നാട്ടുകാർ പോലീസിൽ അറിയിച്ചപ്പോഴാണ് പോലീസ് ഇയാളെ, അപ്പോൾ കാപ്പ കേസ് പ്രതിയാണ്, നാട് കടത്തിയിരിക്കുകയാണ്, തിരുവനന്തപുരം ജില്ലയിൽ കയറാൻ പാടില്ല. തിരുവനന്തപുരം ജില്ലയിൽ കയറാൻ പാടില്ലാത്ത ആളാണ് അവിടെ വന്നിട്ട് കേക്ക് മുറിച്ച് ആഘോഷിക്കുന്നത്. അപ്പോൾ ആഘോഷിച്ച് നാട്ടുകാരൊക്കെ ചെന്ന് ചോദിച്ചപ്പോൾ അവരെയൊക്കെ തെറിവിളിച്ചു. നിരന്തരം ആക്രമണം നടത്തുന്ന, അതായത് വധഭീഷണി, മയക്കുമരുന്ന് കേസ്, കഞ്ചാവ് കടത്ത്, ലഹരിക്കടത്ത് ഉൾപ്പെടെ കേസുകളിലെ പ്രതിയാണ്. വീട് കയറി ആക്രമണം, അങ്ങനെ നിരവധി കേസുകളുണ്ട്. നമ്മൾ ഈ കണ്ട വീഡിയോ എന്ന് പറയുന്നത് 1 മാസം മുമ്പുള്ള വീഡിയോ ആണ്. അത് ഈ വെടിവെപ്പുമായിട്ട് ബന്ധമില്ല. അന്നും ഈ SHO തന്നെയാണ്. SHOയുടെ പേര് തൻസിയ അബ്ദുൾ സമർ എന്നാണ്, ആര്യങ്കോട് SHOയുടെ പേര്. ആ വീഡിയോയിൽ നമുക്ക് കാണാമല്ലോ, മോനെ കത്തി താഴെ ഇട എന്ന് പറയുന്ന, വളരെ സൗമ്യമായി. അതായത് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ കയ്യിൽ മറ്റായുധങ്ങൾ, തോക്കുണ്ടെങ്കിൽ പോലും അവർക്ക് വെടിവെക്കാൻ, അങ്ങനെയൊന്നും എടുത്ത് വെടിവെക്കാൻ പറ്റില്ല. പിന്നെ ഒരു ലാത്തിയായിട്ടാണ് അവർ പോകുന്നത്. ഇങ്ങനെയുള്ള ക്രിമിനൽ പശ്ചാത്തലമുള്ള, അല്ലെങ്കിൽ കൊടും ക്രിമിനലുകളായിട്ടുള്ള ആളുകളെ പിടികൂടാൻ വേണ്ടി. ഇതിപ്പോൾ അവർ പറയുന്നുണ്ട്, ഒരു സമൻസ് കൊടുക്കാനാണ് ഞങ്ങൾ വന്നത്, സമൻസ് തരാനാണ് വന്നത്. ഇയാൾ പോലീസ് സ്റ്റേഷനിലൊന്നും പോകില്ല, ഒപ്പിടാനൊന്നും പോലീസ് സ്റ്റേഷനിലൊന്നും പോവുകയില്ല. സമൻസ് തരാനാണ് ഞങ്ങൾ വന്നതെന്ന് ആ വീഡിയോയിൽ പറയുന്നുണ്ട്. കത്തി താഴെയിട, വളരെ സൗമ്യമായി സംസാരിക്കുകയാണ്. അതേസമയം ഇങ്ങനെയൊന്നും വലിയ കേസുകളിലൊന്നും പെടാത്ത സാധാരണക്കാരനായ ഏതെങ്കിലും ഒരാൾ ഒരു കേസിൽ പെട്ടുപോയാൽ ഇങ്ങനെ ആയിരിക്കത്തില്ല പോലീസിൻ്റെ സമീപനം. അങ്ങനെയുണ്ട്, ഈ 2 വ്യത്യാസമുണ്ട്. അപ്പോൾ ഇയാൾ പോലീസ് ചെല്ലുന്ന സമയത്ത് നമുക്ക് ആ വീഡിയോയിൽ, ദൃശ്യങ്ങളിൽ കാണാം, ഈ വെട്ടുകത്തി കൊണ്ട് അയാളുടെ വീടിൻ്റെ വാതിലും ജനലും ഒക്കെ അയാൾ തന്നെ തല്ലിപ്പൊളിക്കും. ഒരു സൈക്കോ എങ്ങനെയാണ് പെരുമാറുന്നത് അതുപോലെ പെരുമാറുകയാണ്. അപ്പോൾ ഒരുത്തൻ കത്തിയെടുത്ത് വീശിക്കൊണ്ടിരിക്കുമ്പോൾ പോലീസാണെന്നും പറഞ്ഞ് എന്നാൽ, കത്തിക്ക് പോലീസാണെന്നോ കള്ളനാണെന്നോ ഒന്നും വ്യത്യാസമൊന്നുമില്ല. വെട്ട് കിട്ടിയതാണ്. അങ്ങനെയാണ്. അത് 1 മാസം മുമ്പാണ് ഈ വീഡിയോ വരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഇയാൾ അവിടെ വന്നിട്ട് പിറന്നാൾ ആഘോഷിക്കുന്നു. നാട്ടുകാർ പോലീസിനെ അറിയിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നാട്ടുകാർ പോലീസിനെ അറിയിക്കുന്നു. അപ്പോഴാണ് പോലീസ് അറിയുന്നത്, നമ്മൾ നാട് കടത്തിയ കിരൺ ആണ്ട് ഇവിടെ പിറന്നാൾ ആഘോഷിക്കുന്നു. കിരൺ കുറേ കാലമായിട്ട് ഈ നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നു, എങ്ങും പോയില്ല. കിരൺ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇയാളെ പിടികൂടാൻ വേണ്ടിയിട്ട് പോലീസ് എത്തിയപ്പോൾ
ഇയാൾ ചെയ്തതെന്ന് വെച്ചാൽ അന്നത്തെ പോലെ വീണ്ടും കത്തിയുമായി രംഗപ്രവേശം ചെയ്തു. പക്ഷേ ഇത്തവണ ഈ തൻസിയാൻ അബ്ദുൾ സമർ അദ്ദേഹം അങ്ങനെ അങ്ങ് വിടാൻ തയ്യാറായില്ല. പ്രാണരക്ഷാർത്ഥമാണെങ്കിൽ പോലും അദ്ദേഹം തൻ്റെ കയ്യിലുണ്ടായിരുന്ന തോക്കെടുത്ത് വെടിവെച്ചു. അപ്പോൾ കത്തിയാണോ തോക്കാണോ വലുതെന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും തോക്കാണല്ലോ. അപ്പോൾ എന്ത് ചെയ്തു, ഇയാൾ അവിടുന്ന് കയറി ഓടി, വീട്ടിൽ നിന്ന് കയറി ഓടി ഇയാൾ പിൻവാതിൽ വഴി ഓടി രക്ഷപ്പെട്ടു. അപ്പോൾ ഇയാളെ അഞ്ജന ആദ്യം ചോദിച്ച പോലെ വെടിവെച്ചെങ്കിലും ഇയാളെ ആ സമയത്ത് വെടി ഉതിർത്ത് കീഴ്പ്പെടുത്തിയൊന്നും ചെയ്തില്ല. അവർ വെടി ഉതിർത്തപ്പോഴത്തേക്ക് ഈ കിരൺ കയറി ഓടി, പിൻവാതിൽ വഴി കയറി ഓടി. പോലീസ് തിരികെ പോയതിന് ശേഷം ഇയാൾ പിന്നെയും വീട്ടിലേക്ക് തിരികെ വന്നു. ഞാൻ നേരത്തെ പറഞ്ഞു, ഇയാൾക്ക് അമ്മയും 2 സഹോദരിമാരുമാണുള്ളത്. അച്ഛൻ മരിച്ചു പോയെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ഇയാൾ തിരികെ വന്നു, വേഷം മാറിയിട്ട് മുങ്ങി. പിന്നെ എവിടെയാണെന്നറിയാൻ വയ്യ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇയാൾ ഈ കാട്ടാക്കടയിൽ അഭിഭാഷകനെ കാണാൻ വേണ്ടി, വക്കീലിനെ കാണാൻ വേണ്ടി എത്തിയപ്പോഴാണ് ഇങ്ങനെ ഒരാൾ അവിടെ വന്നിട്ടുണ്ടെന്ന് പോലീസ് അറിയുന്നത്. അങ്ങനെ കാട്ടാക്കട പോലീസ് ഓടിച്ചിട്ടാണ് ഇയാളെ പിടിക്കുന്നത്, മൽപ്പിടുത്തത്തിലൂടെ. അല്ല, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ SHO വെടിവെച്ച് കീഴ്പ്പെടുത്തി നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ കാണുന്നത് പോലെ ഇപ്പോൾ തന്നെ കോയമ്പത്തൂർ പീഡന കേസിലെ പ്രതികളെ വെടിവെച്ചാണ് കീഴ്പ്പെടുത്തിയത് തമിഴ്നാട്ടിൽ. ഇവിടെ അങ്ങനെ വളരെ വളരെ അപൂർവമാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഇല്ലല്ലോ. അതുപോലെ തന്നെ അവർ തന്നെ ഈ പ്രമാദമായ കേസുകളിലേക്ക് പ്രതികളെ കൊണ്ടുപോയിട്ട് എൻകൗണ്ടർ ചെയ്യും. ഒരു ആന്ധ്രയിലാണെന്ന് തോന്നുന്നു ഒരു പീഡന കേസിലെ പ്രതികളെ കൊണ്ടുപോയിട്ട്, അപ്പോൾ അവർ അത് കൃത്യമായിട്ട് പോലീസ് ചെയ്യുന്നതാണ്. ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു, അപ്പോൾ വെടിവെച്ചു, അങ്ങനെയാണ് പറയുക. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ നേരെ കൊണ്ടുപോകുന്നു. അതിനകത്ത് ഒരു കാര്യമെന്ന് പറയുന്ന ഒരു കാര്യം, ഇയാൾ അധികം ക്രിമിനൽ പശ്ചാത്തലമില്ലാത്ത ഒരാൾ വരുമ്പോൾ അയാൾ യഥാർത്ഥത്തിൽ ഇത് ചെയ്തോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തതയില്ല. അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള ആളുകളാണെങ്കിൽ ഉറപ്പാക്കാം നമുക്ക്. കാരണം നിരവധി കേസുകളിൽപ്പെട്ട്, കാപ്പ കേസ് ഉൾപ്പെടെ നിരവധി കേസുകളിൽപ്പെട്ട് നിൽക്കുന്ന ഒരു ക്രിമിനലാണ്. പക്ഷേ അയാളും സൗകര്യമായി ഇവിടെ നടക്കുന്നുണ്ട്. അയാൾ ക്രിമിനലാണെന്ന് പറയുമ്പോൾ നമ്മൾ ആ വീഡിയോയിൽ കാണുന്നില്ലേ, പോലീസിന് യാതൊരു പേടിയില്ല. പോലീസുകാർ ഭയന്നാണ് നിൽക്കുന്നത്. ഇവൻ്റെ വെട്ട് കിട്ടിയാൽ തീർന്നു. അപ്പോൾ പോലീസ് ഭയന്ന് നിൽക്കുകയാണ്. അപ്പോഴാണ് കത്തി. ആ സിനിമ ആ പുള്ളി ഒരുപാട് തവണ കണ്ടിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ പുള്ളി കത്തി താഴെ ഇടുക എന്ന് പറയത്തില്ല, പുള്ളി കുറേ തവണ പറയുന്നത് കത്തി താഴെ ഇടുക. എന്തായാലും മൽപ്പിടുത്തത്തിലൂടെ പോലീസ് കീഴടക്കി. കൈലി കിരൺ വീണ്ടും പോലീസിൻ്റെ പിടിയിലായിട്ടുണ്ട്. പോലീസിനെ ആക്രമിച്ചതിന് ഇപ്പോൾ ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് 2 തവണ ഇയാൾക്ക് കാപ്പ കേസ് അടിച്ചു കൊടുത്തെന്നാണ് മനസ്സിലാക്കുന്നത്. 2 തവണയായിട്ട് കാപ്പ കേസിൽ അടിച്ചു കൊടുത്തു. പക്ഷേ ജില്ല വിട്ടു പോവില്ല. കാപ്പ കേസ് എന്ന് പറയുന്നത് അങ്ങനെയാണല്ലോ, ജില്ല വിട്ടു പോകണം. അല്ലെങ്കിൽ 6 മുതൽ 1 വർഷം വരെയാണ് ഇയാൾ ജില്ലയ്ക്ക് പുറത്ത് പോകേണ്ടത്. നാട് കടത്തൽ, അതാണ്. പണ്ടുണ്ട് നമ്മുടെ ബ്രിട്ടീഷ് ഭരണകാലത്ത് നാട് കടത്തും. അന്ന് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തിരുവിതാംകൂർ, കൊച്ചി, പിന്നെ മലബാർ, അങ്ങനെയാണ്. ഇപ്പം തിരുവിതാംകൂറുള്ള ആൾ, ഇപ്പം നമ്മൾ ട്രിവാൻഡ്രം, കൊല്ലം അങ്ങനെ കിടക്കുന്ന പ്രദേശങ്ങളിലുള്ള ആളുകളെ നേരെ നാട് കടത്തുന്ന അടുത്ത രാജ്യം കൊച്ചിയിലോട്ട് നാട് കടത്തും. പക്ഷേ അന്നത്തെ പോലെ യാത്രാ സൗകര്യം ഇല്ല, ഇന്നത്തെ പോലെ യാത്രാ സൗകര്യം അന്നില്ല. അന്നിപ്പോൾ അയാൾ നാട് കടത്തി വരണമെങ്കിൽ പിന്നെ അയാൾക്ക് ജലഗതാഗതമാണ്, വള്ളത്തിലും ബോട്ടിലും ഒക്കെ കയറി അവിടെ വരണം. ഇപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീറിനെയൊക്കെ നാട് കടത്തിയിട്ടുണ്ട്. വൈക്കം മുഹമ്മദ് ബഷീറിനെ നാട് കടത്തുന്നത് ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തെ നാട് കടത്തി തിരുവിതാംകൂറിൽ നിന്ന് നാട് കടത്തുമ്പോൾ അദ്ദേഹം വൈക്കത്താണല്ലോ. വൈക്കത്തു നിന്ന് ഒരു വള്ളത്തിൽ കയറി ഇപ്പുറത്തിറങ്ങുമ്പോഴത്തേക്ക് കൊച്ചി രാജ്യത്ത് അദ്ദേഹം വന്നു. അപ്പോൾ പിടിക്കാൻ പറ്റത്തില്ല. ഇവിടെ അങ്ങനല്ല. ഇതിപ്പോൾ ഇയാളെ അതുപോലെ തന്നെ വിചാരണ കൂടാതെ കരുതൽ തടങ്കലിൽ വയ്ക്കാം. അപ്പോൾ ഇതൊക്കെ നിലനിൽക്കെയാണ് ഈ കൈലി കിരൺ, 27 വയസ്സാണ്. കൈലി കിരൺ പോലീസിനെതിരെ ആക്രമണം അഴിച്ചുവിടുകയും പോലീസുകാർ നിസ്സഹായരായി നിൽക്കുകയും ചെയ്യുന്നത്. എന്തായാലും അടുത്ത തവണ വന്നപ്പോൾ അപ്പോൾ പറയുന്നുണ്ട്, പോലീസ് അപ്പോഴും പറയുന്നുണ്ട്, ഒരു സമൻസ് തരാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നത്. വളരെ ഭവ്യതയോടെ പറയുകയാണ് ആ വീഡിയോയിൽ നമ്മൾ കാണുന്നത്. എടാ വേറൊന്നുമില്ല, നിനക്കൊരു സമൻസ് തരാൻ വേണ്ടി ഞങ്ങൾ വന്നതാണ്, സമൻസ് തന്നിട്ട് ഞങ്ങൾ പൊയ്ക്കോളാം എന്ന് പറയുന്നുണ്ട്. അതാണ് വ്യത്യാസം. കൊടും ക്രിമിനലായ ആളുടെ മുന്നിൽ അയാൾ ആയുധവുമായിട്ട് നിൽക്കുമ്പോൾ അവിടെ പോലീസ്
നിസ്സഹായ അവസ്ഥയിലാണ്. അപ്പോൾ എന്തായാലും കൈലി കിരണിനെ പിടികൂടിയിരിക്കുന്നു. അതിസാഹസികമായെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഓടിച്ചിട്ട് പിടിച്ചു. വക്കീലിനെ കാണാൻ വന്നപ്പോഴാണ് പിടിച്ചത്. വെടിയുതിർത്തത് അതല്ലാതെയാണ്. വെടിയുതിർത്തപ്പോഴേ അവൻ ഓടിപ്പോയി. അവനറിയാം ഇനി വെടിയുണ്ട ഏറ്റാൽ പിന്നെ രക്ഷയില്ല. അതുകൊണ്ട് അതാണ് കൈലി കിരണിൻ്റെ കഥ. ശരി.